ഗുഡ് ആക്ച്വലി ഇതാട്ടോ പുറത്തേക്കുള്ള വ്യൂ. ഞാൻ എണീക്കുന്നതിന് മുന്നേ എണീച്ച് ഇതൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ കോടയൊന്നും ഇല്ല കേട്ടോ. നല്ല വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല വാലി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ പോലെ ഇന്നലെ ഒന്നാമത് ലേറ്റായി. നേരത്തെ ഇറങ്ങിയിട്ട് നമുക്ക് ഇരവികുളം മാത്രമേ ഇന്നലെ കാണാൻ പറ്റിയുള്ളൂ. ഒന്നാമത് മൂന്നാർ വരെ എത്തണം. പിന്നെ ഇരവികുളത്ത് ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെ നമുക്ക് നമ്മളെ റൂമിലേക്ക് വരണം. അങ്ങനെ കുറച്ച് സമയം ആ ഒരു ഇന്നലത്തെ ഒരു ഡേ എന്ന് പറയുന്നത് അതിന് മാത്രമായിപ്പോയി. അപ്പോൾ ഇന്ന് അങ്ങനെ ആവാൻ പാടില്ല എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്തായാലും വേഗം ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് ഇഞ്ചക്ഷൻ ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. CHCയിൽ പോകണം. അപ്പം എന്നാൽ വേഗം പോയിട്ട് റെഡി ആവട്ടെ. ബ്രഷ് ചെയ്യണം, ഒന്ന് ഫ്രഷ് ആവണം. അപ്പം എന്നാൽ ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം കേട്ടോ. ഞാൻ കുറച്ചേരം ഈ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം. അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇതാണ് ഇന്നിട്ടത്. ഞാൻ ബാംഗ്ലൂർ ജയനഗറിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോസ് വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇതൊക്കെ ഞാൻ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് വാങ്ങിയ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പം ഞാൻ റെഡിയായി, ഏട്ടൻ അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പോകുന്നത് ഹെൽത്ത് സെൻറ്ററിലേക്കാണ്. കാരണം ഏട്ടന് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ. അതുകൊണ്ട് ഡ്രസ്സസ് ഒന്നും പാക്ക് ചെയ്യാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 മിനിറ്റിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ നമുക്കിനി പോകുമ്പോൾ നമുക്ക് നമ്മളെ കാഴ്ചകൾ കണ്ട് പോവാം. ഇതാട്ടോ എൻ്റെ ഡ്രസ്സ്. ഇതിട്ടിട്ട് നല്ലൊരു സുഖമുണ്ട്. തണുപ്പൊന്നും അധികമില്ല. ഇഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ, കമൻറ്റ് സെക്ഷനിൽ പറയണം. ഞങ്ങൾ ഇറങ്ങി ഇനി നേരെ ഹെൽത്ത് സെൻറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും അതേപോലെ തന്നെ വടയൊക്കെ ആയിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. രണ്ടാൾക്കും നല്ല ഇഷ്ടമായി. ഇന്നലെ പെട്ടെന്ന് നമ്മൾ വന്നപ്പം ആ റൂമിനോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ താമസിച്ച് പിന്നെ നമ്മൾ അതിനോട് പൊരുത്തപ്പെടുമല്ലോ. അങ്ങനെ ആയപ്പം ഓക്കെ ആയി. പിന്നെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നന്നായിരുന്നു, അതിലൊന്നും ഇതൊന്നുമില്ല. നല്ല വടയായിരുന്നു, നല്ല പൂരിയായിരുന്നു. പിന്നെ അതിന് സാമ്പാറും ചട്നിയും അതേപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ബാജിക്കറി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേരം കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേ ഫോറിനേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ അവിടെ തന്നെ കുറേ ഫോറിനേഴ്സ് ഉണ്ട്. പേട്ടൻ കുറേ സ്ഥലങ്ങളൊക്കെ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിതുവരെ എത്തിയില്ല, പോയിക്കൊണ്ടിരിക്കുക. ചെറിയ അതായത് ഈ ഒരു റൂട്ടിന് കുറേ റിസോർട്ട്സ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ നല്ല കുറച്ച് ബ്ലോക്കുകളുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ചിത്തിരപുരം CHC എന്നായിട്ട് എടുത്തത്. പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ടൂറിസ്റ്റുകളാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നേഴ്സിനോട് അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളത് പറഞ്ഞപ്പോൾ നമുക്ക് വേഗം പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വട്ടവടയ്ക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ 53 മിനിറ്റ് ഉണ്ട്. 12:15 എത്തുന്നത് കാണിക്കുന്നു. ഇവിടെ കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമാട്ടോ. ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഡാം സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു. കാരണം ഈവനിങ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിലൂടെ എക്കോ പോയിന്റിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. നമ്മളിങ്ങനെ വട്ടവട വരെ ഉള്ള എല്ലാ ലൊക്കേഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഓരോ വ്യൂ പോയിന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് ലാസ്റ്റ് വട്ടവട എത്തിയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനാണെന്ന്.
വഴിയിലൊക്കെ ആനപ്പിണ്ടൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ഏട്ടൻ നടക്കാൻ പോയിട്ട് ഓക്കെ. അപ്പൊ ആന വരുന്ന സ്ഥലമാന്ന് വിചാരിച്ച ഏട്ടൻ രാവിലെ വേഗം പോയി തിരിച്ചു വന്ന്. ഇവിടെയൊക്കെ റോഡുമിലൊക്കെ ഉണ്ട് ആനപ്പിണ്ടോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ പറയുന്നു ആനപ്പിണ്ടം ചവിട്ടിയാൽ മുടി ഉണ്ടാവുന്നു. എന്നിട്ട് വെറുതെ അറിയാത്ത പോലെ ചവിട്ടണം എന്ന് പറയും. എന്നിട്ട് വെറുതെ ആനപ്പിണ്ടം കാണുമ്പോൾ അറിയാത്ത പോലെ അതിന്റെ മുകളിൽ കൂടെ കയറി പോകും, മുടി ഉണ്ടാവും വിചാരിച്ചത്. പക്ഷെ ഉള്ള മുടി ഒക്കെ കാലക്രമേണ കൊഴിഞ്ഞു പോകാന്നല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞങ്ങളിപ്പോ ഇവിടെ വന്നതിന് ശേഷം മാനിനെ കണ്ട്, വരയാടിനെ, പിന്നെ മയിലിനെ കണ്ട്, പിന്നെ എന്തിനാ കണ്ട്, പിന്നെ ഇനിയിപ്പോ ആനേനെ കാണുന്നൊരു എവിടെ ഓക്കെ. ഞാൻ പറഞ്ഞ ചെടി ഇതാ 2 കളറും കൂടി ഒരു അതെവിടെ ഓക്കെ. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ ആനനെ സ്ഥിരമായിട്ട് വ്യൂ ചെയ്യുന്ന, അത് അങ്ങനത്തെ ഒരു സ്ഥലം. അവിടെ സ്ഥിരമായിട്ട് ആന ഉണ്ടാവും, അത് നമുക്ക് കാണാൻ പറ്റുമോ. ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ആനേനെ കാണാറുണ്ടെന്ന് ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാ എലഫന്റ് ക്രോസിംഗ് സോണാ, പക്ഷെ ആനയൊന്നും കാണുന്നില്ല. നോക്കുന്നുണ്ട്. എല്ലാവർക്കും കാണാം. കുറെ ആൾക്കാർക്ക് അതിനുള്ള ഒരു ഇത് കിട്ടി എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. നമുക്ക് സൈഡാക്കിയാലോ. ആനനെ കാണാൻ പറ്റിയില്ല. നമ്മൾ എന്തായാലും തിരിച്ച് വൈകുന്നേരം ഈ റൂട്ടിനല്ലേ വരിക, അപ്പൊ ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുക. അങ്ങനത്തെ കുറെ സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനത്തെ കുറെ സ്പോട്ടുകൾ ഉണ്ട്. അവിടെ ഒന്നും ഇല്ല. ഇവിടെ കുറെ പശുക്കൾ, ആനകളില്ലെങ്കിലും നമ്മളെ പശുക്കള് ഡിസപ്പോയിന്റഡ് ആക്കിയില്ല. ഇവിടെ കുറെ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ആനകളെ കാണുന്ന പോലത്തെ. ഇവിടെ താഴെയൊക്കെ നല്ല പുൽമേടുകളുണ്ട്. ഒന്ന് വേണമെങ്കിൽ ഇറങ്ങി നോക്കാം. ആനനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക്. എവിടെയെങ്കിലും ഉണ്ടാവുമോ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് കുന്തള ഡാമിലേക്ക് 0.5 കിലോമീറ്റർ ആയിട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. 2 വീലർ പാർക്കിംഗ് 10, 4 വീലർ 20, വാൻ ടെമ്പോ 30, മിനി ബസ് 40, ഹെവി വെഹിക്കിൾ 50. അതാണ് പാർക്കിംഗ് റേറ്റ്. പിന്നെ ഇവിടെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. ഓക്കെ. ഞങ്ങൾ ഇന്ന് ബോട്ടിങ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ നെക്സ്റ്റ് പോകുന്ന സ്ഥലത്ത് നമ്മൾ ബോട്ടിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ നമ്മൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് അതെവിടെയാന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം നമ്മൾ ഓരോ ദിവസവും പോകുമ്പോഴാണല്ലോ പറയുന്നത്. നേരത്തെ ഒരു സ്ഥലവും പറയുന്നില്ല. അപ്പോൾ ഇവിടെ എന്തായാലും ഡാം കണ്ടിട്ട് തിരിച്ചു പോകാന്നുള്ള പ്ലാനില്ല. അപ്പോൾ ഞങ്ങളിവിടെ കുന്തള ഡാമിൽ വന്നതാണ്. അപ്പം എന്താ വെച്ചാൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പം ഒരു ഫോട്ടോ ഫോണിലേക്ക് ഷെയർ ചെയ്യാൻ 20 രൂപ, പിന്നെ A4 സൈസിൽ പ്രിൻ്റ് എടുക്കാൻ 50 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച്, അവരാണെങ്കിൽ അവർ ബിസിനസ് അറിയാമല്ലോ, കുറേ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് അതിലൊരു 27 ഫോട്ടോസ് അവർ ക്ലിക്ക് ചെയ്ത്. അങ്ങനെ അതിൽ 12 ഫോട്ടോസ് എനിക്ക് ഇഷ്ടമായി. അത് ഞങ്ങൾ ഫോണിലേക്ക് ഷെയർ ചെയ്ത്. അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് 20 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ ഒരു ഫോട്ടോ പ്രിൻ്റ് പറഞ്ഞിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞങ്ങൾ എന്തായാലും മാച്ചിങ് ഡ്രസ്സൊക്കെ ആയിട്ട്, പിന്നെ ആനിവേഴ്സറി 8 മാസമാണ്. അപ്പോൾ ഒരു ഫോട്ടോ സെഷൻ അങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾ രണ്ടാളും ഡ്രസ്സ് ഏകദേശം ഒരേപോലെ. ഇവിടെ ബോട്ടിങ്ങും ഇവിടെ കയാക്കിങ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാല്, അതേപോലെ തന്നെ ഈ മരങ്ങൾ. വരുന്ന ആ വഴിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വെയിലൊക്കെ. ഇതിൻ്റെ ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വലിയ വലിയ മരങ്ങളാണ്, അതുകൊണ്ട് നല്ല തണലാണ്. അവിടെ ക്ലിക്ക് ചെയ്യും. അങ്ങനെ കുന്തള ഡാമിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇനി വീണ്ടും വട്ടവടയിലേക്കുള്ള യാത്രയിലാട്ടോ.
മൂന്നാർ വന്നതിന് ശേഷം ഒരു കോട പോലും ഞങ്ങൾ കിട്ടിയില്ല. ഇന്ന് മോർണിംഗ് മീറ്റിംഗ് ഒരു കോട ഇല്ല കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇതാ ഇങ്ങോട്ട് വട്ടവട എടുക്കുന്തോറും കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് കറക്റ്റ് മൂന്നാറിൻ്റെ വൈബ് വന്നത്. ഞങ്ങളിപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ അവരെടുത്ത് നിന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ ഫോട്ടോ എടുത്തില്ല. മൂന്നാർ തീയാണല്ലോ. ഇപ്പം ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. ഇത് വട്ടവട വ്യൂ പോയിന്റ് ആട്ടോ. ആ വ്യൂ പോയിന്റിലേക്ക് വീഡിയോ എടുക്കാൻ ഒരാൾ വേണ്ടേ? ഏട്ടനെ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടി നിർബന്ധിക്കായിരുന്നു. ഏട്ടന് കുതിര എണ്ണയിലേയും കൊണ്ടുപോയാൽ ഏട്ടന് വേഗം വീട്ടിൽ പോകാമല്ലോ ഹാപ്പി ആയിട്ട്. അതിനായിരിക്കണം ഞാൻ സമ്മതിച്ചില്ല. ഇത് കുറേ ദൂരം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ഷോപ്പുകളെ ഈ സെൻറ്ററിലൂടെ ഇങ്ങനെ നടന്ന് പോവാട്ടോ ചെയ്യുന്നത്. ലാസ്റ്റ് എന്താ വ്യൂ ഒന്ന് നോക്കാം. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 20 രൂപയാട്ടോ വരുന്നത്. ഈ 3 കുരങ്ങന്മാരും കുട്ടികളൊക്കെ ആയിട്ടാട്ടോ. ഞങ്ങളൊരു ബ്രെഡ് ഓംലേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു ബാരക്കേക്ക് പറഞ്ഞു. ഇപ്പം ടോപ്പ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞു. ഇനി നേരെ വട്ടവടയാണ് നമ്മൾ ലൊക്കേഷൻ ഇട്ടത്. വട്ടവടയിലേക്ക് ഏകദേശം 25 മിനിറ്റ് ഉണ്ട്. ഇനിക്കോഴി ഇത് കിനിയാണ് കേട്ടാ. ഇപ്പൊ നമ്മള് വട്ടവട ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞ് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ആ 5 കിലോമീറ്ററിൽ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല. 5 കിലോമീറ്ററിൽ വണ്ടി എവിടെയും നിർത്തരുത്, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തിരിച്ച് നമ്മളുടെ 6 മണിയാകുമ്പോൾ ആ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തിരിച്ച് 6 മണിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കടക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹെൽമെറ്റിൽ പ്രവേശിക്കരുത് എന്നവിടെ പ്രത്യേകം എഴുതി വെച്ചത് കേട്ടോ. ഇവിടെ ഒന്നും നമ്മളോട് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. നമ്മളിത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് കുറേ ആൾക്കാർ നമ്മളുടെ ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി നിർത്തിച്ച് കുറേ ആൾക്കാർ 2 സൈഡിലും നിൽക്കുന്നുണ്ട്. അങ്ങനെ കാര്യം എന്താന്ന് വെച്ചാൽ എന്തായിട്ടാ കാര്യം അവർക്ക് ട്രക്കിംഗ് ഉണ്ട്. 1500 രൂപ 2.5 മണിക്കൂർ 1500 വരെ ആക്കി തരാം. 1500 ട്രക്കിംഗ് 2.5 മണിക്കൂർ ട്രക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അത്രയും സമയം ഇല്ല സ്പെൻഡ് ചെയ്യാൻ. ഞങ്ങൾ ജസ്റ്റ് ഒരു പറഞ്ഞത് വട്ടവട ടൗൺ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ 20 കിലോമീറ്ററോ
അവിടുന്ന് 20 കിലോമീറ്റർ പോകുന്നു. 20 കിലോമീറ്റർ ഉള്ളോട്ട് ട്രക്കിങ്ങിന് കൊണ്ടുപോകും. അപ്പൊ അതിന് ഇത്ര പൈസ കൊടുത്താൽ മതി എന്നൊക്കെ. പക്ഷെ നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. അപ്പം ഞങ്ങള് വേണ്ട, ഞങ്ങൾ ജസ്റ്റ് ടൗൺ കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. ഞങ്ങൾക്ക് നെക്സ്റ്റ് പ്ലേസിൽ പോകാണ്ട് പറഞ്ഞപ്പോൾ ഒരു ഓക്കെ അവർ കൺവിൻസിങ് ആയി. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ടൗണിലൊക്കെ ഒന്ന് പോയിട്ട്, പ്രത്യേകിച്ച് എന്താ കാണാനുള്ളതെന്ന് അറിഞ്ഞൂടാ, പോയി നോക്കാം. ഞങ്ങളിപ്പോ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് എന്ന് പറഞ്ഞാൽ ബിരിയാണി, മന്തി ഒക്കെ ഉണ്ട്. അപ്പൊ നെയ്ച്ചോറുണ്ട് ചോദിച്ചപ്പോ നെയ്ച്ചോറുണ്ട് കൊണ്ടു തന്ന്. ഒരു ടേസ്റ്റും ഇല്ല. ചിക്കൻ കറി പറഞ്ഞാല് ചിക്കൻ കറിയാ പ്രതീക്ഷിക്കാൻ പറ്റൂ, പക്ഷെ ഒരു രസവും ഇല്ല. എനിക്കിഷ്ടായില്ല. എനിക്ക് കഴിച്ചു തന്നാൽ നിന്റെ റൈസൊക്കെ ബാക്കിയായി. ഇനിയിപ്പോ വട്ടവട മെയിനായിട്ട് ഇപ്പൊ കാണാൻ ഈ വ്യൂ തന്നെ, അല്ലാതെ ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. അവര് പറഞ്ഞ സ്പോട്ടിലേക്ക് പോവാന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അത്രയും ദൂരം പോകുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് തിരിച്ച് പോവാനുള്ള പ്ലാനില്ല. വട്ടവട ടൗൺ എത്താനായിട്ടോ. ഞങ്ങളിപ്പോ ഹണി മ്യൂസിയത്തിന്റെ ഒരു ബോർഡ് കണ്ടിട്ട് അതിലേ അങ്ങോട്ട് ഇറങ്ങിയതാ. ഹണി ഹൗസ് ഫ്രീ വിസിറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പുറത്ത് വട്ടവട ഹണി മ്യൂസിയം വരുന്നത് ലെഫ്റ്റ് സൈഡില്. ഇപ്പുറത്ത് ഫ്രീ വിസിറ്റ്. അപ്പൊ ആ സെല്ലിൽ ഓൾറെഡി ഒരു തേനീച്ചയുടെ മുട്ടലിന് ലാർവ ഉണ്ടാവും. ആ ലാർവയെ ഹണി, പോളൻ, റോയിൻസിനെല്ലാം ഫീഡ് ചെയ്ത് ഒരു 16 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു സ്ട്രെങ്ത് ഉള്ള ക്യൂബിയായി മാറുന്നു. അതായത് ഒരു ദിവസം 2000 മുട്ടയിടാനുള്ള കപ്പാസിറ്റി ആ ക്യൂബിക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ഫീമെയിൽ ബിസിനെ നശിപ്പിച്ച് വീണ്ടും റോയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്ത് വേറൊരു പുതിയ ക്യൂബി ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബിയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 2 മാസമാണ്, മെയിലായാലും ഫീമെയിലായാലും. ഈ ക്യൂബി മാത്രം ആ റോയിൻസിന്റെ ഫീഡ് ചെയ്യുന്നത് 5 വർഷം വരെ ജീവിച്ചിരിക്കും. ഈ റോയിൽസിന് നമ്മൾ കഴിക്കാവുന്നതാണ്. നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ആന്റി ഏജിലാണ്, നമുക്ക് പല അസുഖങ്ങളും വരാതെ പ്രൊവൻഷൻ കിട്ടും. പിന്നെ ബീസ് നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല, ഒരു നോയിസ് സൗണ്ട്. അതിന്റെ ചിറകിന്റെ സൗണ്ടാണ്. ഒരു മിനിറ്റിൽ 11,400 പ്രാവശ്യത്തിന്റെ ചിറകിട്ടടിക്കും. അപ്പോഴാണ് സൗണ്ട് ഉണ്ടാകുന്നത്. പിന്നെ മെയിൽ ബീസും ഫീമെയിൽ ബീസും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, മെയിൽ ബീസ് നമ്മൾ കുത്തത്തില്ല, അവർ കുത്താനുള്ള സ്ട്രിങ് ഉണ്ടാവില്ല. ഫീമെയിൽ ബീസ് മാത്രമാണ് നമ്മൾ കുത്തുന്നത്. ഫീമെയിൽ ബീസ് നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ അവർ ചത്തോളും. കാരണം അവരുടെ സ്ട്രിങ് നമ്മുടെ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തെടുക്കാൻ പറ്റില്ല. ഒത്തിരി ഫോഴ്സ് ചെയ്ത് അവർ എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള പോയിസൺ ബാഗും പാർട്സ് ഒക്കെ പൊട്ടി ചത്തുവാണ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്കൊരു വിഷ്വൽ ഉണ്ട്, കണ്ടിട്ടേക്കിട്ടുണ്ട്. വെറൈറ്റി ഉണ്ട്. ഒരു വലിയ ഇതാണെങ്കിൽ 200 രൂപ, വലിയ സ്റ്റോപ്പിൽ സ്റ്റോപ്പിലാണെങ്കിൽ 150 രൂപ. ഈ ടൈപ്പ് ഇത് വേറെ വെറൈറ്റി ആണ്. സ്വാഡ് ഈ മോഡൽ ഇതാണോ വീട്ടിൽ പറഞ്ഞത്? ഇപ്പം മഴ പെയ്തേക്കുന്നുണ്ട്. സ്ട്രോബെറി ജാമുണ്ട്, അതിനൊക്കെ ഉണ്ട്. രണ്ടാമത് ഇതായത് ഇതിന് 1 വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോ ഇവിടെ വട്ടവട ഹണി മ്യൂസിയത്തിലാട്ടോ വന്നത്. ഹണി മ്യൂസിയം അങ്ങനെ നമുക്ക് മാപ്പ് ഇട്ടാൽ മനസ്സിലാവും. അത് അവിടെ എൻട്രി ഫീ ആണിത് 50 രൂപയാട്ടോ ഒരാൾക്ക് വട്ടവട. പിന്നെ ഈ വരുന്ന വഴിയിലൊക്കെ കുറേ സ്ട്രോബെറിന്റെ ഫാമുകളുണ്ട്. അവരൊക്കെ നമ്മളോട് പൈസക്ക് വേണ്ടിയിട്ട്, അതായത് എൻട്രി ഫീ വെച്ചിട്ടാണ് ഫാം കാണിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു നേരെ ഇവിടെ പോവാ, ടിക്കറ്റ് എടുക്കുക,
നേരെ ഈ ഒരു ഹണി മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഹണി മ്യൂസിയത്തിന്റെ 50 റുപ്പീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഹണി മ്യൂസിയം, പലതരം ഹണീസ്, അതൊക്കെ സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ ഹണീന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹണി, തേനീച്ചകളെ പറ്റി, ബീസിനെ പറ്റിയിട്ടൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ഫ്രീ ആയിട്ട് സ്ട്രോബെറിന്റെ ഫാം ഉണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ അതിന് വേറെ സെപ്പറേറ്റ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതിപ്പോ ഞങ്ങൾ തിരിച്ച് ആ ഹണി മ്യൂസിയം കണ്ട് കഴിഞ്ഞ് പോവാ കേട്ടോ. പിന്നെ അവിടെ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുകയാണെങ്കിൽ ബാത്റൂമിനൊന്നും പൈസ വേണ്ട, അല്ലാത്ത കേസിൽ അവിടെ പേ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് സ്ട്രോബെറീസിന്റെ പാടൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ട്, പക്ഷെ അത് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ അതിന് ടൈമില്ല. നമുക്ക് 6 മണിയാകുമ്പോഴത്തേക്ക് മറ്റേ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യല്ലോ, അതുമാണ്. പിന്നെ നമുക്ക് തിരിച്ച് റൂമിലെത്താൻ പിന്നെയും ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇത്ര വരെ കണ്ടിട്ട് അല്ലേ തിരിച്ചു പോവാ. നമ്മൾ ഇനി തിരിച്ചു പോവാട്ടോ. പാമ്പാടുംശോല നാഷണൽ പാർക്ക് പോകണം എന്ന് വിചാരിച്ചു, പക്ഷെ അവിടേക്ക് വണ്ടി നമ്മൾ വെച്ചിട്ട് നടന്നു പോകണല്ലോ, ട്രക്ക് ചെയ്യണം തോന്നുന്നു. അപ്പം അത് നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ചെക്ക് പോസ്റ്റിന്റെ അവിടെ തന്നെയാട്ടോ ഉള്ളത്. പക്ഷെ അവിടെ അപ്പം ഞങ്ങൾ വിചാരിച്ചു വട്ടവട പോയി വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ വട്ടവട ഒന്ന് റൗണ്ട് അടിച്ച് ഇനി തിരിച്ചിപ്പോൾ നമ്മളെ ആ ചെക്ക് പോസ്റ്റിന്റെ അകത്തൂടെ നേരത്തെ അവർ പറഞ്ഞ വണ്ടി നിർത്തത് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. തിരിച്ചിറങ്ങുമ്പോഴത്തേക്കാട്ടോ കോട കയറി വരിക മുകളിലോട്ട്. താഴെ ഫുൾ കോടയാ. ഞങ്ങൾക്ക് ചായത്തോട്ടങ്ങളൊക്കെ മിസ്സായിന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷെ ഫുള്ള് കോട കയറിയിട്ട് ഇത് ഈ തേയിലത്തോട്ടത്തിന് നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ടാ സൈഡിൽ കൂടെ ജസ്റ്റ് പോകുമ്പോ കണ്ടതാ. ഓ മൈ ഗോഡ്, അടിപൊളി സ്ഥലം കേട്ടോ. ഇത് എക്കോ പോയിന്റ് ആട്ടോ. ഈ ഒരു പൂവ് ഇവിടെ എല്ലാ സ്ഥലത്തും മരത്തിന്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എക്കോ പോയിന്റ് പോയപ്പോൾ പറിച്ചെടുത്തതാ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പൂവ് നമ്മളെ കയ്യിൽ വേണ്ടേ, അതൊരു രസമല്ലേ. നല്ല ഭംഗിയുണ്ട് താഴെയൊക്കെ കാണാൻ വേണ്ടിട്ട്. താഴെ മാട്ടുപ്പെട്ടി ഡാം ആട്ടോ ഈ സൈഡിൽ കാണുന്നത്. ഇപ്പത്തെ വശത്തൊക്കെ നല്ല നല്ല ചെടികളും മരങ്ങളും എല്ലാം മലന്റെ മുകളിൽ കയറിയിരുന്നു. ഇനി വൈകുന്നേരം ഒരു തിരക്കുണ്ട് താഴത്തേക്ക് വരാൻ. പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് മെലസ്റ്റോമ. അതാ കാണുന്നത് മാട്ടുപ്പെട്ടി ടീ ഫാക്ടറി ആട്ടോ. ഞാൻ ഈ മാട്ടുപ്പെട്ടി അറിയുന്നത് മറ്റേ ഫിലിമിന്റെ പേര് മാട്ടുപ്പെട്ടി മച്ചാൻ, അതൊക്കെയാണ്. അതന്നെ, അത് മാട്ടുപ്പെട്ടി ടീ ഫാക്ടറിയാ. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ജസ്റ്റ് റിട്ടേൺ അടിച്ച് വരുന്ന സമയത്താണ് കാർമലഗിരി എലഫന്റ് പാർക്ക് കണ്ടത്. അതേപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ വരുന്ന വഴിക്കുണ്ട് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ, അതേപോലെ തന്നെ കാർമലഗിരി സ്കൂള്, അങ്ങനെ വരുന്ന വഴിക്ക് കണ്ടതാണ് കാർമലഗിരി എലഫന്റ് പാർക്ക്. ഇത് യാദൃശ്ചികമായി കണ്ടൊരു സംഭവമാണ്. എന്തായാലും പോയി നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. കുറെ ആൾക്കാർ പോയിട്ടൊക്കെ ഉണ്ട്, കുറെ ഫോട്ടോസൊക്കെ പുറത്ത് ഫ്ലെക്സിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞോടാ.
ഞാനിവിടെ പോയിട്ട് അന്വേഷിച്ച് എന്താ കാര്യങ്ങളെന്ന്. ഇവിടെ എലഫൻറ്റ് സഫാരിയും അതേപോലെ തന്നെ എലഫൻറ്റ് ഫീഡിങ്ങും ആണ് ഉള്ളത്. എലഫൻറ്റ് സഫാരിക്ക് ഒരാൾക്ക് 700 രൂപ, അപ്പോൾ 2 പേർക്ക് 1400 രൂപ വെച്ച്. അതേപോലെ പിന്നെ എലഫൻറ്റ് ഫീഡിങ് അതിവിടെ 150 രൂപ കൊടുത്തൊരു പൈനാപ്പിളിൻ്റെ ബാസ്ക്കറ്റ് വരും. അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്തായാലും അത് അത്രയും വേർത്തായിട്ടില്ല. അത്രയും ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് മാത്രമേ മെയിനായിട്ട് അതിനുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു വെറുതെ അതിന് വേണ്ടി സമയം കളയേണ്ട, നമുക്ക് പോവാം. കാരണം 700 രൂപ കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് റൈഡ് ചെയ്തിട്ട് അവർ തിരിച്ചു കൊണ്ടാക്കും പറഞ്ഞു. പിന്നെ കുറേ ആൾ വെയിറ്റിംഗും ഉണ്ട്. പിന്നെ വരുന്നത് 150 രൂപ കൊടുത്താൽ ഫീഡ് ചെയ്യുക. അതൊക്കെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇല്ലില്ല, വണ്ടിയില്ല ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് വല്ല സ്കിപ്പ് ചെയ്ത് നമ്മൾ പോവുകയാണ്. വാഷ്റൂമും പോകാൻ പറ്റിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാം. അത് അത്ര വേർത്തായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അവിടെ കയറി ജസ്റ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകും. ഇപ്പോൾ മൂന്നാർ ടൗണിലാട്ടോ. നമ്മൾ റൂമിലേക്ക് ഇനി 16 മിനിറ്റ് ആണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കണ്ട റൂംസിൻ്റെ പേരുകളും ആ റിസോർട്ട്സ് ഒക്കെ കാണാൻ പറ്റി. റോഡ് സൈഡിൽ തന്നെ കുറേ റിസോർട്ട്സ് അവൈലബിൾ ആണോ ചെക്ക് ചെയ്ത് വിളിച്ചു നോക്കി കുറേ റിസോർട്ട്സ് ഒക്കെ കണ്ട്. ഈ റൂട്ടിൽ ശബരിമലയ്ക്ക് 201 കിലോമീറ്റർ ആയിട്ടുള്ളത്. നമുക്ക് നാളെ നേരെ തിരിച്ച് ഇപ്പത്തേക്കുള്ള റൂട്ടിനാണ് വേണ്ടത്. മറയൂരേക്ക് 41 കിലോമീറ്ററും അടിമാലിക്ക് 29 കിലോമീറ്ററും. ഇത് ഗവൺമെന്റ് VHSS TTI മൂന്നാർ. അതാട്ടോ അത് TTI. ഇതേതാ റിസോർട്ട്? മായാബസ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം വലിയ റെസ്റ്റോറൻറ്റ്. ചെയ്ത ശേഷം പോയി വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം ഇപ്പോൾ പോയിട്ട് ഡിന്നർ കഴിച്ചു കേട്ടോ. ചപ്പാത്തിയും അതേപോലെ പനീർ ബട്ടർ മസാലയും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല കോടയുണ്ട്. അപ്പോൾ വെറുതെ ഒരു നൈറ്റ് വാക്കിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പോയി നോക്കട്ടെ. ഞങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല കോടമഞ്ഞുണ്ട് പുറത്ത് കേട്ടോ. പുറത്ത് പോയി നോക്കിയിട്ടോ. അപ്പം ഒന്ന് കുറേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോന്നു. കാരണം മഞ്ഞ് പെയ്യാണോ മഴ പെയ്യാണോ എന്താ മനസ്സിലാവുന്നില്ല. നന്നായിട്ട് ചാറുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ പോന്നു. പിന്നെ അതേപോലെ ഞാൻ ഈ നമ്മുടെ സ്റ്റേയിൻ്റെ ഫ്രണ്ടൊന്നും കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ആ വീഡിയോ ഇടാം. കാരണം ഇവിടുത്തെ ഞങ്ങളുടെ റൂമിൻ്റെ ഒരു എൻട്രൻസും നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, കിടക്കാനുള്ള സമയമായി. നാളെ നേരത്തെ തന്നെ എണീറ്റിട്ട് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു ട്രാവൽ സീരീസ് കഴിയാൻ ഏകദേശമായി കേട്ടോ. ഏകദേശം നമ്മൾ ഹാഫ് വേയിലെത്തി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ